ഹലോ, വെൽക്കം ടു ഹൈവേ ടു ഗ്രാമർ. അപ്പം നിങ്ങൾ റിവിഷനൊക്കെ തുടങ്ങി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഈ വെർബ് ഫ്രൈസിനെ എവിടെയെങ്കിലും കണ്ടോ? ഇടയ്ക്ക് കണ്ടുമുട്ടിയോ? വെർബ് ഫ്രൈസും ഫ്രൈസൽ വെർബും എല്ലാം കൂടെ കൺഫ്യൂഷനായിട്ടിരിക്കുവാണോ? അപ്പം നമുക്ക് നോക്കാം, വെർബ് ഫ്രൈസ് എന്താണ്, ഫ്രൈസൽ വെർബ് എന്താണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ചേട്ടനും അനിയനും ആണോ എന്നൊക്കെ നോക്കാം. വെർബ് ഫ്രൈസ് ഓർ ഫ്രൈസൽ വെർബ് നോക്കിയാൽ, ഫ്രൈസൽ വെർബിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ഓർ അഡ്വേർബ് കാണും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫ്രൈസൽ വെർബ് നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ചു വെച്ചിട്ടില്ലേ? സെറ്റ് ഔട്ട്, കോൾ ഓൺ, സെറ്റ് ഓൺ, കോൾ അറ്റ്, കോൾ ഓൺ, പിന്നെ ഏതാണ് പുട്ട് ഓൺ, പുട്ട് ഓഫ്, അങ്ങനെ പുട്ടപ്പ് വിത്ത് അല്ലേ? അങ്ങനെ ഒത്തിരി നിങ്ങൾ ഫ്രൈസൽ വെർബ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾ എന്താണ് കണ്ടിരിക്കുന്നത്, നോട്ട് ചെയ്തിരിക്കുന്നത്, പ്രിപ്പോസിഷൻ കാണും അല്ലേ? അപ്പം എന്താണ് പുട്ടപ്പ് വിത്ത്, അപ്പ് എന്നുള്ളത് പ്രിപ്പോസിഷനാണ്, വിത്ത് പ്രിപ്പോസിഷനാണ്, പുട്ടപ്പ് വിത്ത്. പിന്നെ പുട്ട് ഓൺ, ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ്, സെറ്റ് ഔട്ട്, ഔട്ട് എന്നുള്ള പ്രിപ്പോസിഷനാണ്. അപ്പം പ്രിപ്പോസിഷൻ വരുന്ന എന്താണ് സെൻറ്റൻസാണ് ഫ്രൈസൽ വെർബ്. പ്രിപ്പോസിഷൻ വരുന്ന വെർബാണ് ഫ്രൈസൽ വെർബ്. ഇനി നോക്കിയാൽ അടുത്തത് വെർബ് ഫ്രൈസ് എന്താണ്? വെർബ് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഓക്സിലിയറി വെർബ്. എന്താണ് ഓക്സിലിയറി വെർബ്? അതൊക്കെയാണ് ഹാസ്, ഹാവ്, ഹാഡ്, മേ, മൈറ്റ്, വിൽ, ഈസ്, ആം, ഷാൽ അല്ലേ? അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഓക്സിലിയറി വെർബ്. അപ്പം ഓക്സിലിയറി വെർബ് കൂടെ വരുന്നതാണ് വെർബ് ഫ്രൈസ്. പ്രിപ്പോസിഷൻ കൂടെ വരുന്നത് ഫ്രൈസൽ വെർബ്. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആക്ഷൻ വേർഡ്സ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, എന്ത് ചെയ്താലും അതാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. ആക്ഷൻ വേർഡ്സ്, തിങ്കിങ്, ആക്ടിങ്, സിംഗിങ്, വാക്കിംഗ്, ഡ്രീമിങ്, ഡാൻസിങ്, ഈറ്റിംഗ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഒൺലി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, നോട്ട് എ ഫുൾ സെൻറ്റൻസ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയണമെങ്കിൽ, ഒരു സെൻറ്റൻസ് ഫുൾ ആകണം എന്ന് പറയണമെങ്കിൽ അതിനകത്ത് നൗൺ വേണം, സബ്ജക്റ്റ് വേണം, പിന്നെ എന്താണ് വെർബ് വേണം. അല്ലാതെ ചെറിയ കുറേ സെൻറ്റൻസ് എഴുതി കുറേ വേർഡ്സ് മാത്രം എഴുതി വെച്ചാൽ അത് സെൻറ്റൻസ് ആവില്ല. അത് ഈസ് ഉള്ളി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതിനാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. നോ സബ്ജക്റ്റ്, നോ ഒബ്ജക്റ്റ്, നോ. എക്സാമ്പിൾ നോക്കി, ഹാസ് ബീൻ ലേണിംഗ്, എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ, ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ആര് പഠിച്ചു, എന്ത് പഠിച്ചു എന്നൊന്നുമില്ല അല്ലേ? ബീയിങ് ഡൺ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നുമില്ല. കുഡ് ഡു, എന്ത് ചെയ്യാൻ പറ്റും, എന്താണ്, ആരാണ് ചെയ്തത്, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു മീനിങ് ഫുൾ അല്ലാത്ത അതാണ് എന്താണ് ഫ്രേസ് എന്ന് പറയുന്നത്, ഓൺലി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ പിന്നെ വെർബ് ഫ്രേസ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഈസ്, ആർ, ആം, വാസ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതെല്ലാമാണ് ഓക്സിലിയറി വെർബ്. അപ്പോൾ ഓക്സിലിയറി വെർബിൻ്റെ കൂടെ വരുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? വെർബ് ഫ്രേസ്. മറ്റേ പ്രിപ്പോസിഷൻ്റെ കൂടെ വരുന്നത് ഓക്കെ. അടുത്ത് നോക്കിയാൽ, മൈ ടീച്ചർ ഹാസ് ടോട്ട് മീ ഇംഗ്ലീഷ്. എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഹാസ് എന്നുള്ളത് എന്താണ്? ഓക്സിലിയറി വെർബാണ്. ടോട്ട് എന്നുള്ളത് വെർബുമാണ്. അപ്പോൾ ഓക്സിലിയറി വെർബിൻ്റെ കൂടെ വരുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? വെർബ് ഫ്രേസ്. ഓക്കെ. അടുത്തത്, മൈ മദർ വിൽ കം ടുഡേ. എന്താണ്? വിൽ എന്നുള്ള ഓക്സിലിയറി വെർബ്, കം എന്നുള്ള വെർബ്. അപ്പോൾ ഇത് വെർബ് ഫ്രേസ്. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഓക്സിലിയറി വെർബിൻ്റെ കൂടെ വരുന്നത് വെർബ് ഫ്രേസ്. നോക്കി, ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ദ ഹോളിവുഡ്. ഇത് ഇവിടെ ഏതാണ് വാസ് എന്ന് പറയുന്നത്? വാസ് മെയ്ഡ് എന്ന് പറയുന്നത്, മെയ്ഡ് എന്നുള്ളത് എന്താണ്? വെർബാണ്. വാസ് എന്നുള്ളത് ഓക്സിലിയറി വെർബ്. അപ്പോൾ ഓക്സിലിയറി വെർബിൻ്റെ കൂടെ വരുന്നത് ഓക്കെ. അടുത്ത്, നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ ഏതാണ്? നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്നായിരിക്കും കണ്ടുപിടിക്കാൻ വരിക. അപ്പോൾ എന്താ നിങ്ങൾ നോക്കേണ്ടത്? വെർബ് ഫ്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ എന്താണ് ഓക്സിലിയറി വെർബ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക, അതങ്ങ് എഴുതിയെടുക്കുക. അടുത്ത് നോക്കി, നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു ഇറ്റ്. ഇവിടെ ഏതാണ് വെർബ് ഫ്രേസ്? വെർബ് ഫ്രേസ് ഉണ്ടോ? ഇവിടെ വെർബ് ഫ്രേസ് ഇല്ല. നോക്കിയേ, എവിടെ ഏതെങ്കിലും ഓക്സിലറി വെർബ് വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം ഈ സെൻറ്റൻസ് ഞാൻ വെറുതെ തന്നാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അത് അവിടെ ഓക്സിലറി വെർബ് ഇല്ല, അതുകൊണ്ട് വെർബ് ഫ്രേസും ഇല്ല. അടുത്ത്, വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ. അപ്പോൾ എന്താണ് ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട് അല്ലേ? ഹാഡ് ടു ഷൂട്ട്. അപ്പം വി എന്നുള്ളത് നമ്മൾ ചെയ്യരുത്, കാരണം വെർബും ഓക്സിലറി വെർബും മാത്രമേ പാടുള്ളൂ. ഓക്സിലറി വെർബ് ഇവിടെ ഹാഡാണ്, വെർബ് ഷൂട്ട്. ഓക്കെ. ഇനി വേറൊരു അപ്പോൾ ഇതാണ് അതിൻ്റെ ടിപ്പ് കേട്ടോ. വെർബ് ഫ്രേസിൻ്റെ കൂടെ എപ്പോഴും ആര് കാണും? ഓക്സിലിയറി വെർബ് കാണും. ഫ്രേസൽ വെർബിൻ്റെ കൂടെ കാണും പ്രിപ്പോസിഷൻസ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇനി നമുക്കൊരു ചെറിയ ഒരു പാരഗ്രാഫാണ്. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫൈൻഡ് ഔട്ട് ദ വെർബ് ഫ്രേസ് ഹിയർ. നോക്കിക്കേ, എ മൊമെൻറ്റ് ലേറ്റർ ഐ വാസ് ഒക്യുപ്പൈയിങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip.
They had been making a tour for the New England states. Find out the verb phrase. ഒരെണ്ണം നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക, കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ ഇടണം കേട്ടോ. നിങ്ങളുടെ ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് എഴുതുക. അപ്പോൾ യു ക്യാൻ, അല്ല നിങ്ങൾക്ക് പറ്റിയല്ലേ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി വെർബുള്ള സെൻറ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.